പ്രിയങ്കരനായ കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ഉദ്ഘാടകൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുഖ്യ പ്രഭാഷകൻ ശ്രീ ശശികുമാർ, ചെയർമാൻ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ചെന്നൈ, ശ്രീമതി ആര്യ രാജേന്ദ്രൻ, മേയർ തിരുവനന്തപുരം, ശ്രീ TR അജയൻ, ഡയറക്ടർ കൈരളി, പ്രിയമുള്ള എൻ്റെ സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് റഷീദ്, ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് കൈരളിയുടെ 25ാം വാർഷികത്തിന് എന്നെ കൂടി ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തമായ ഒരു ചാനൽ തുടങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കൈരളി. അങ്ങനെ ഒരു ചിന്ത ഉയർന്നു വന്ന സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങി അവരെ ഓഹരി ഉടമകളാക്കി മാറ്റി ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നുള്ളത് കേരളത്തിന് ഒരു പുതുമയായിരുന്നു. അങ്ങനെയാണ് 25 വർഷം മുമ്പ് കൈരളി രൂപം കൊണ്ടത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സമാനമായ നിലയിൽ ഒരു എയർപോർട്ട് പോലും കേരളത്തിൽ സ്ഥാപിക്കാമെന്ന് കേരളം തെളിയിച്ച സാഹചര്യത്തിൽ ഇത്തരം നവീനമായ ചിന്തകൾ നമുക്ക് അന്യമല്ല എന്ന് നാം തെളിയിക്കുകയുണ്ടായി. അപ്പോൾ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ മുന്നിൽ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നതാണ് സത്യം. അത് കണ്ടാണ് ഞങ്ങൾക്കും ഒരു ചാനൽ ആരംഭിക്കണമെന്നുള്ള ആശയം ഉണ്ടായത്. അന്ന് ഞാൻ KPCC പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് ജയ് ഹിന്ദ്, ആ പേര് കിട്ടാൻ തന്നെ ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ട ഒരാളാണ്. സാധാരണഗതിയിൽ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ പേര് തരില്ല. ആ പേര് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പേരായതുകൊണ്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചതുകൊണ്ടും എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ജയ് ഹിന്ദ് എന്ന പേര് കിട്ടിയത്. അങ്ങനെ കൈരളിയിൽ നിന്നൊരു ആവേശം കൊണ്ടാണ് ഞങ്ങൾ ജയ് ഹിന്ദ് ആരംഭിച്ചത് എന്ന് തുറന്നു പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കാനും ആ ചാനൽ വിജയകരമായി നടത്തിക്കൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകാനും കഴിഞ്ഞത് എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലെ സഹപ്രവർത്തകർ കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ് അവർ. ഈ 2 ചാനലുകളെ പറ്റി പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് കൗതുകമാണ്. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ അല്ലെങ്കിൽ സഹകരണത്തോടെ ഒരു ചാനലുകൾ ആരംഭിക്കാൻ കഴിയുമോ? പല കാര്യങ്ങളിലും കേരളം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതുപോലെ കൈരളി ആരംഭിച്ചതിനെ തുടർന്ന് ജയ് ഹിന്ദും ആരംഭിച്ച് ഇന്ന് കൈരളി 25 വർഷം പൂർത്തിയാക്കുകയാണ്. തീർച്ചയായും ഇത്രയും കാലം ഒരു ചാനൽ നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാരിച്ച ഒരു ജോലിയാണ്. ഒരു ചാനൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇതാണ് ഞാൻ ജോൺ ബ്രിട്ടാസിനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന്. അത്ര എളുപ്പമായ ഒരു കാര്യമല്ല, നമ്മൾ കാണുന്നത് പോലെ എളുപ്പമല്ല ഒരു ചാനൽ. പ്രത്യേകിച്ചും നമ്മളൊക്കെ ചാനലുകൾ നടത്തിയാൽ അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വളരെയേറെയാണ്. ഏതായാലും 25 വർഷക്കാലം പൂർത്തിയാക്കിയ കൈരളിയെയും അതിൻ്റെ മാനേജ്മെൻറ്റിനെയും അതിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെയും ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തെമ്പാടും ഇന്ന് പത്രപ്രവർത്തനം മുമ്പെങ്ങും ഇല്ലാത്തൊരു നിലയിൽ കടുത്ത വെല്ലുവിളികളെ നേരിടുന്ന ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ 3 ദശകത്തിൽ ലോകവ്യാപകമായി കൊല്ലപ്പെട്ട പത്രലേഖകരുടെ എണ്ണം ഏതാണ്ട് 1600 ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണിത്. 2023 140 പത്രപ്രവർത്തകർക്ക് ഗാസയിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടു. ജോലിക്കിടയിലാണ് ഇവരെല്ലാം ജീവൻ വെടിയുന്നത്.
സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ലോകത്തെ അറിയിക്കാൻ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഇവരുടെ എല്ലാം ജീവൻ നഷ്ടപ്പെടുന്നത്. ഒരു ഡെസ്കിന്റെ പിന്നിലിരുന്ന് ജോലി ചെയ്യുന്ന പത്രപ്രവർത്തനമല്ല എന്നുള്ളത്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായൊരു പത്രപ്രവർത്തന ശൈലിയാണ് നമ്മൾ കാണുന്നത്. അപകടകരമായ സാഹചര്യങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരന്തര സമരം കൂടിയാണ് പത്രപ്രവർത്തനമെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എഴുത്തുകാരനും അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ജനാധിപത്യത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന മുഖ്യ സ്തംഭങ്ങളിലൊന്ന് പത്രസ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ 4-ാം തൂണ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മളെല്ലാവരും പറയാറുള്ളത്. പത്രസ്വാതന്ത്ര്യം എന്നാൽ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലുകളിലൊന്നു മാത്രമല്ല, അത് ജനാധിപത്യം തന്നെയാണ് എന്ന് വാൾട്ടർ ക്രോങ്കേറ്റ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 20 വർഷത്തോളം CBS നെറ്റ്വർക്കിൽ ടെലിവിഷൻ ആങ്കറായിരുന്ന ക്രോങ്കേറ്റ് അമേരിക്കയിൽ ഏറ്റവും വിശ്വസിക്കാവുന്ന ആളെന്ന 70കളിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പത്രലേഖകനാണ്. ജനാധിപത്യം നിലനിൽക്കുന്നത് തുറന്നു പറയാനും വിമർശിക്കാനും ഉള്ള ജനതയുടെ മാധ്യമങ്ങളുടെയും സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന കാലത്തോളമാണ്. ആ കാലം അവസാനിച്ചാൽ ജനാധിപത്യം അവസാനിക്കുന്നു. മാധ്യമങ്ങളുടെ കണ്ണുമൂടിക്കെട്ടാനും മാധ്യമങ്ങൾക്ക് മൂക്കേറിടാനും തുടങ്ങുന്ന കാലം ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കുള്ളൊരു ഇരുണ്ട യാത്രയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്തരമൊരു അവസ്ഥാവിശേഷമാണ്. പക്ഷേ ആധുനിക ഭരണകൂടങ്ങൾ ഇത്തരം വ്യവസ്ഥാപിതമായ മാർഗങ്ങളല്ലാതെ തന്നെ പത്രസ്വാതന്ത്ര്യത്തെ വെട്ടിമൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തെറ്റും ശരിയുമായ വാർത്തകളുടെ അതിപ്രളയം സൃഷ്ടിക്കലും മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യിക്കലും ഇതിൻ്റെ ഭാഗമാണ്. ശരിയേതാണ് തെറ്റേതാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ള ഒരു പ്രത്യേക അന്തരീക്ഷം ഇന്ന് ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സമീപകാല പത്രപ്രവർത്തനം കേരളത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വ്യാജ വാർത്തകളാണ്. സോഷ്യൽ മീഡിയ ലോകവ്യാപകമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ പോലെ പടരുന്ന വ്യാജ വാർത്തകളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത തന്നെ തകർക്കുകയാണ്. ഇതിനെതിരെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ ഒരു സമരമുഖം തന്നെ തുറക്കേണ്ടതായിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വെല്ലുവിളികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷവും ഏകാധിപത്യത്തിൻ്റെ കീഴിൽ പത്രസ്ഥാപനങ്ങളും പത്രപ്രവർത്തകരും വിലയ്ക്ക് വാങ്ങപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോർപ്പറേറ്റുകൾ മാധ്യമ മുതലാളിമാരാകുന്ന അവസ്ഥ വന്നു ചേരുന്നു. NDTV പോലെ പിടിച്ചു നിന്ന സ്ഥാപനങ്ങൾ പോലും വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കീഴടങ്ങിയതും നമ്മൾ കണ്ട കാര്യമാണ്. നട്ടലുയർത്തി നിന്ന പല ദേശീയ തലത്തിൽ പ്രവർത്തിച്ച എനിക്കറിയാവുന്ന പല മാധ്യമ പ്രവർത്തകന്മാരും പത്രപ്രവർത്തനം അവസാനിപ്പിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയതും നമ്മൾ ഈ 10 വർഷത്തിനിടയിൽ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സംഘടിതമായ നുണപ്രചരണങ്ങളുടെ വേദികളായി മാറുന്നത് വളരെ ഖേദകരമായ ഒരു അവസ്ഥാവിശേഷമാണ്. ശരിയേതാണ് തെറ്റേതാണ്, സത്യമേതാണ് അസത്യമേതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മിസ്ഇൻഫർമേഷനുകളുടെയും ഒരു കാലഘട്ടത്തിലേക്ക്
ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം, ലോകത്തിലെ മാധ്യമ പ്രവർത്തനം മാറുന്നു എന്നത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. എഴുത്തുകാരനും ചിന്തകനുമായ ആൽബേർ കാമു ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു: സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിൽ നല്ലതും ചീത്തയും ഉണ്ടാകാം, പക്ഷേ അത് സ്വതന്ത്രമല്ലെങ്കിൽ മോശം മാത്രമേ സംഭവിക്കുന്നു എന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇതോടൊപ്പം നടന്ന മറ്റൊരു ക്രൂരമായ പ്രചരണമായിരുന്നു മീഡിയ ഡിസ്ക്രെഡിറ്റ്. മീഡിയകൾ പ്രചരിപ്പിക്കുന്നത് കളവാണ് എന്ന് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു ആസൂത്രിതമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ പരിധിക്കൊപ്പം നിൽക്കാത്ത പത്രമാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, സമൂഹത്തിൽ അവരുടെ വിലയിടിച്ച് കാണിക്കുക. അതിനുവേണ്ടി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ഭരണത്തിലിരിക്കുന്ന ദേശീയ തലത്തിലെ രാഷ്ട്രീയ കക്ഷികളും അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, സ്വന്തം പരാധീനതകൾ മറച്ചു പിടിച്ചുകൊണ്ട് ഏകാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഈ പ്രചരണം ഒരു വിഭാഗം ജനങ്ങൾക്ക് ശക്തമായ സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളത് ഒരു സത്യമാണ്. റേറ്റിംഗ് മുഖ്യമന്ത്രിയുടെ ചൂണ്ടിക്കാണിച്ച പോലെ റേറ്റിംഗ് കൂടുന്നതിനായി ഒരു വിഭാഗം മീഡിയ നടത്തിവരുന്ന അതിർവിട്ട പത്രപ്രവർത്തനം ഇത്തരം ചിന്തകളെ ജനങ്ങളുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ചു എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇത് ആത്യന്തികമായി ഈ കൊടും പ്രചരണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ജനാധിപത്യമെന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അത് ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്. ഇത് ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിന്റ് ജേർണലിസത്തിനും ടെലിവിഷൻ ജേർണലിസത്തിനും പോലും സാങ്കത്യം നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നാം നിൽക്കുന്നത്. ഇന്ന് യൂറോപ്പിലൊക്കെ പല പത്രങ്ങളും നിർത്തിയിരിക്കുകയാണ്. പ്രിന്റ് മാധ്യമങ്ങൾ ഇനി പ്രവർത്തിക്കേണ്ട എന്ന നിലയിലാണ് മാനേജ്മെന്റ് പത്രങ്ങൾ നിർത്തിയിരിക്കുന്നത്. അത് പൂർണ്ണമായും മാധ്യമങ്ങൾ ഓൺലൈനിലേക്ക് മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് അതും കഴിഞ്ഞ് റീൽസ് മാധ്യമമാണ്, റീൽസ് ജേർണലിസമാണ് അതിൻ്റെ സർവ്വപ്രതാപങ്ങളോടും പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ആളുകൾ കൂടുതൽ കാണുന്ന റീൽസാണ്. നമ്മളൊക്കെ വൈകിട്ട് വീട്ടിൽ ചെന്ന ആളുകൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആളുകൾ പത്രമല്ലേ വായിക്കുന്നത്, ഓൺലൈനല്ലേ കാണുന്നത്, റീൽസിലേക്ക് മാറുകയാണ്. അപ്പോൾ വാർത്തകളോടുള്ള സമീപനം തന്നെ മാറിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ പരമാവധി ഇൻഫർമേഷൻ പ്രദാനം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് വാർത്തകൾ രൂപാന്തരപ്പെടുന്നു. പ്രേക്ഷകൻ അക്ഷമനായി മാറുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്ന കാര്യം കൂടി മാധ്യമ പ്രവർത്തകരും നമ്മളും എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ്. അതിൻ്റെ വരവ് പുതുലോകത്ത് ഒരേ സമയം രക്ഷകനും ശിക്ഷകനുമായിട്ട് മാറുകയാണ്. നമ്മുടെ മനുഷ്യ വിഭവശേഷിയുടെ ആയിരക്കണക്കിന് മണിക്കൂറുകൾ ലാഭിക്കാവുന്ന തരത്തിലേക്ക് പുതിയ ടൂളുകൾ അടുത്ത കാലത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. ഇതിൻ്റെ വികസനത്തിൻ്റെ അടുത്ത ഘട്ടമാണ് സൂപ്പർ ഇൻ്റലിജൻസ് AI മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ മനസ്സിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും ഇവരിലൂടെ ഇനിയും പുറത്തു വരാൻ പോകുന്നത്. എഴുത്തുകാർക്കും ആങ്കർമാർക്കും എഡിറ്റർമാർക്കും പകരം സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഇത് കുറേയേറെ പ്രതിസന്ധികൾ മുന്നോട്ട് വെക്കുന്നു. തൊഴിൽ നഷ്ടം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. യൂറോപ്പിലെ പല മാധ്യമ സ്ഥാപനങ്ങളും തങ്ങളുടെ ജീവനക്കാരിൽ 25 മുതൽ 30% വരെ റേറ്റിൽ കുറവ് വരുത്തിയിരിക്കുകയാണ്. ടെലിവിഷൻ, ഇന്റർനെറ്റ് തരംഗങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൂട്ടിക്കളഞ്ഞ പ്രിന്റ് സ്ഥാപനങ്ങളുടെയും അവിടുത്തെ തൊഴിൽ നഷ്ടത്തിൻ്റെ കണക്കും അത്ഭുതകരമാണ്.
അപ്പോൾ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ മാധ്യമ പ്രവർത്തക സമൂഹം അനുഭവിക്കുന്ന സമ്മർദ്ദം വളരെ കടുത്തതാണ്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഒരു എഡിഷൻ തുടങ്ങണമെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടണമായിരുന്നു. ഇപ്പൊ 4 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരു എഡിഷൻ തുടങ്ങാൻ ഒരു പാടുമില്ല. പണ്ടൊക്കെ ബ്യൂറോകൾ തുടങ്ങാൻ ചാനലുകൾക്ക് പ്രയാസമായിരുന്നു. ഇപ്പൊ ബ്യൂറോകൾ തുടങ്ങാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇപ്പം ആളുകളുടെ എണ്ണം കുറയുന്നു, ടെക്നോളജി ആ രംഗത്തേക്ക് കടന്നു വരുന്നു. തൊഴിൽ നഷ്ടത്തെക്കാൾ ഉപരിയായി ഇത് മുന്നോട്ട് വയ്ക്കുന്ന നൈതിക പ്രശ്നങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ ഏത് സംഘടനയ്ക്കും സർക്കാരുകൾക്കും ഈ സോഫ്റ്റ്വെയറുകളെ സ്വാധീനിക്കാൻ ഇടയായാൽ ഇവർ പുറത്തുവിടുന്ന വാർത്തകൾ സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് സത്യം. സാധാരണ മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ഡീപ് ഫേക്കുകളുടെ സഹായത്തോടെ എന്തും തങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഇന്ന് ലോകത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നത് ഗൗരവപൂർവ്വം പത്രപ്രവർത്തക മേഖല കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ തന്നെ ഡീപ് ഫേക്കുകൾ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളെ ഉയർത്തുക, മോശക്കാരാക്കുക, പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുക, വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുക, ഇത്തരം സാങ്കേതിക വിദ്യകൾക്കും ഇതാകും എന്നത് ഭയപ്പാടോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് മാധ്യമപ്രവർത്തകന്റെ ജാഗ്രത വർദ്ധിക്കേണ്ടതായിട്ടുള്ളത്. വ്യാജ നിർമ്മിതികൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധയോടെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് കണ്ണു തെറ്റിയാൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിന്റെ കൊടും ഇരുളിലേക്ക് നമ്മളും നമ്മുടെ ജനതയും മാറും എന്ന ആപൽക്കരമായ കാര്യം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലും കേരളത്തിലെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരായി മാറുന്നു എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. കേരളത്തിൽ പെയ്ഡ് ന്യൂസ് ഇല്ല. ഞാൻ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം എത്ര മനോഹരമാണെന്നാണ്, സുന്ദരമാണ്. വാർത്തകളും വാർത്താ മാധ്യമങ്ങളും എത്ര ട്രാൻസ്പാരൻസിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പെയ്ഡ് ന്യൂസ് ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ നമ്മുടെ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ നമ്മളെ പത്രസമ്മേളനം നടത്താൻ കൊണ്ടുപോകുന്ന ആളുകൾ അവർക്കെല്ലാം ഒരു കവർ വിതരണം ചെയ്യും. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ കവർ കൊടുക്കുന്നത്. പിന്നീടാണ് മനസ്സിലാക്കിയത് അതെല്ലാം പത്രസമ്മേളനം, എല്ലാ നേതാക്കന്മാരുടെയും പത്രസമ്മേളനം കഴിയുമ്പോൾ ഇതൊരു പതിവാണ് എന്നാണ് അവിടെ പറയാറുള്ളത്. അതിൽ നിന്നൊക്കെ എത്രയോ മികച്ച നിലയിലാണ് നമ്മുടെ പത്രപ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട് ദുരന്തമുണ്ടായി. എല്ലാ മാധ്യമങ്ങളും എത്ര കരുതലോടെയാണ് ആ ദുരന്തത്തെ റിപ്പോർട്ട് ചെയ്തത്. ജനങ്ങളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാകാതെ വാർത്തകൾ സജീവമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് തങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാക്കിക്കൊണ്ടുള്ള തർക്കങ്ങളിലും സംവാദങ്ങളിലും ഏർപ്പെടുന്നത് മാധ്യമ നിഷ്പക്ഷത എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒന്നിക്കുന്ന ഇൻഫോർടൈൻമെന്റിന്റെ ഭാഗമാണെങ്കിൽ അതൊരു നൈതിക വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മുടെ വാർത്തകളുടെ പേരിൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്ന നടപടി ഞാൻ യോജിക്കുന്ന ഒരാളല്ല. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഏറി വരികയാണ്. ഭരണകൂട ഇടപെടലുകൾ നിഷ്പക്ഷവും നൈതികവുമായ മാധ്യമ പ്രവർത്തനത്തിന് കടക്കൽ കത്തിവെക്കുന്ന ഒന്നാണ്. മാധ്യമ വിമർശനങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മാധ്യമങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിറ്ററൻറ്റ്. തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഘടകമാണ്, ഡിറ്ററൻ്റാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണാധിപന്മാർ നോക്കിക്കാണേണ്ടത് മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്ന് തന്നെയാണ്.
വാർത്ത നൽകുന്നതിനുള്ള മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും വാർത്ത അറിയാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യവും കൈകോർത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഹൈക്കോടതി. കേരള ഹൈക്കോടതി തന്നെ ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിന് നേരെ ഉണ്ടായ ആ കേസിനെ സംബന്ധിച്ച് പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ വാർത്തകളുടെ പേരിൽ കേരളത്തിൽ മാധ്യമപ്രവർത്തകന്മാർക്ക് പോലീസ് കേസെടുക്കുന്നത് അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് സത്വരമായി ഇടപെടണം എന്നുകൂടി ഒരു അഭിപ്രായം എനിക്കുണ്ട്. അമേരിക്കൻ പ്രസിഡന്റും ജനാധിപത്യത്തിന്റെ അപ്പോസ്തലനും ധീഷണാശാലിയുമായ തോമസ് ജെഫേഴ്സനെ ഓർക്കാതെ പത്രസ്വാതന്ത്ര്യത്തെ പറ്റിയും ജനാധിപത്യത്തെക്കുറിച്ചുമുള്ള ഒരു സെമിനാറും പൂർണ്ണമാകും എന്നെനിക്ക് തോന്നുന്നില്ല. പാരീസ് സന്ദർശന വേളയിൽ തൻ്റെ സുഹൃത്തായ എഡ്വേർഡ് കരിങ്ടണ് അദ്ദേഹം എഴുതിയൊരു കത്തിൽ പത്രസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. ഈ വാക്കുകൾ ചരിത്രത്തിൻ്റെ പുസ്തകത്താളുകളിൽ സുവർണ അക്ഷരങ്ങളായി ഇന്ന് നിലനിൽക്കുകയാണ്. ആ വാക്കുകൾ ഇതാണ്: പത്രങ്ങളില്ലാത്തൊരു സർക്കാരും സർക്കാരില്ലാതെ പത്രങ്ങളും എന്ന അവസ്ഥ വന്നാൽ സംശയമില്ലാതെ ഞാൻ പത്രങ്ങൾ മാത്രമുള്ള ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുമെന്നാണ് ശ്രീ ജെഫേഴ്സൺ അന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു സ്വപ്നജീവിയായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയത്തിന് മറുകര കണ്ട അതിപ്രഗത്ഭനായൊരു ഭരണാധികാരിയായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനൊരു അഭിപ്രായം പറയേണ്ടി വന്നത് മാധ്യമങ്ങളുടെ മാസ്മര ശക്തി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും പത്രസ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനം ഒരു വലിയ പ്രക്രിയയാണ്. ധാരാളം ത്യാഗങ്ങൾ സഹിച്ചാണ് മാധ്യമപ്രവർത്തകന്മാർ വാർത്തകൾ എത്തിക്കുന്നതും ജനങ്ങളെ അത് അറിയിക്കുന്നതും. അവർ അനുഭവിക്കുന്ന ഒരു പ്രയാസം, ഒരു വാർത്ത ഉണ്ടാക്കുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസം, ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസം, ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനം എത്ര ഉദാത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ജനാധിപത്യത്തിൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായ നമ്മളെയൊക്കെ അവർ വിമർശിച്ചെന്ന് വരാം. പക്ഷെ അവർ വിമർശിക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ആ നിലയിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം കൂടുതൽ സത്യസന്ധവും നിഷ്പക്ഷവും നീതിപൂർവമായി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. കൈരളി 25 വർഷം പൂർത്തിയാകുമ്പോൾ അത് ഒരു ചരിത്രമാവുകയാണ്. ആ ചരിത്രത്തെ ഞാനും കൂടി പങ്കാളിയാകുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.